കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഗുരുവായൂരപ്പൻ്റെ ഏത് രൂപത്തിലാണ് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഭഗവാൻ ഏത് രൂപത്തിലാണ് നമുക്ക് ഭക്തർക്ക് ദർശനമേകുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയുമായിട്ട് നമുക്ക് പോവാം. അങ്ങനെ ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് സുഖമായിട്ട് ഒരു ദർശനം നടത്താം. കാരണം 4 ഭാഗത്തുനിന്നും സുഖമായി ദർശിക്കാം. അവിടെ അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് അനുവാദമൊക്കെ വാങ്ങി നമ്മളെ വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ച് വേണമെങ്കിലൊരു നാളികേരവും ഉടയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗോപുരവാതിൽ കടന്ന് ആ ഗുരുവായൂരപ്പനെ, ആ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും വന്നോളൂ. അങ്ങനെ നമ്മൾ വരുമ്പോൾ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നല്ല തിരക്കാണ്. ഇന്ന് അതിലേറെ തിരക്കാണ്. രാവിലെ മുതൽ തന്നെ കൊടിമരം വഴിയാണ് ഭക്തജനങ്ങളെ അകത്തേക്ക് വിട്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ശുദ്ധിയായിരുന്നു. ഗുരുവായൂരപ്പന് ശുദ്ധി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും, അതേപോലെ കലശം, എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ ഗംഭീരമായിട്ടാണ് നടന്നിട്ടുള്ളത്. അതിമനോഹരമായ ആ ഒരു കാഴ്ചയാണ്. അതിൽ പ്രാധാന്യമർഹിക്കുന്നത്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഇന്ന് 2 മേൽശാന്തിമാർ, അതായത് ഇന്നത്തെ മേൽശാന്തി നാളെ മേൽശാന്തി അല്ലാതാവുന്നതും നാളെ പുതിയ മേൽശാന്തിയായി വരുന്നതുമായ ആ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദിവസം കൂടി ആയത് കാരണം ഇന്നത്തെ ഉച്ചപൂജ, കളഭാലങ്കാരം നമ്മുടെ മേൽശാന്തി പുതുമന ഇല്ലത്ത് ശ്രീജിത്ത് നമ്പൂതിരി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും വളരെ 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 മനോഹരമായ ഒരു അലങ്കാരമാണ്. അപ്പോൾ നമുക്കത് കാണുന്നതിന് മുൻപായി ആ വാതിൽപ്പടി കടന്ന് അകത്തേക്ക് പോകുമ്പോൾ ആ ഇടതുവശത്തുള്ള ആ മേൽപ്പത്തൂർ ഇരുന്ന് നാരായണീയൻ രചിച്ച ആ പീഠം കാണാം. അവിടേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം മനസ്സിൽ. അതുപോലെ വലതേ സൈഡിൽ ആ തൂണ് നോക്കിയിട്ട്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് നോക്കിയിട്ടൊന്ന് മനസ്സാ സ്മരിക്കാം. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശ്രീലകത്തെ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ കാണുകയാണ്, മിന്നിത്തിളങ്ങുകയാണ്. ആരാണ് ഇന്ന് കാണുന്നത്? ആ മത്സ്യാവതാര മൂർത്തിയാണ്. വളരെ വിശിഷ്ടമായ ഒരു രൂപം ആണ് കാണുന്നത്. ആ മത്സ്യത്തിൻ്റെ ചെളുക്കകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. പുറത്തുള്ള അതൊക്കെ ഇങ്ങനെ വേറെ വേറെ ഇങ്ങനെ കാണുന്നു. അങ്ങനെ നോക്കി വരുമ്പോൾ പകുതി വരെ കാണുന്നു. അതിൻ്റെ അവിടെ അരഞ്ഞാണമൊക്കെ ചാർത്തിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മഹാപ്രഭുവായിട്ടാണ്, മത്സ്യാവതാര മൂർത്തിയായ മഹാപ്രഭുവായി നാരായണനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രീലകത്ത്. അതൊന്ന് ചാർത്തിയണതോ മേൽശാന്തി തന്നെ. എനിക്ക് തോന്നിയൊരു കാര്യം, 10 ദശാവതാരത്തിലെ ആദ്യ അവതാരമായ മത്സ്യാവതാരം ചാർത്തിയിട്ട് ഒരു മേൽശാന്തി വിടവാങ്ങുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ അടുത്ത 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും വരാൻ അടുത്ത അവതാരം അവിടെ കളഭം കൊണ്ട് അഭിഷേകം ചെയ്യാൻ, കളഭം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ തിരുവിഗ്രഹത്തിൽ ചാർത്താൻ അവസരം നൽകണേ എന്നുള്ള ഒരു പ്രാർത്ഥന അതിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ നിശ്ചയത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. കാരണം അദ്ദേഹം ഇന്നിപ്പോൾ ശരിക്കും പോവുകയാണെങ്കിൽ ദശാവതാരത്തിൽ മറ്റ് അവതാരങ്ങളൊക്കെ ചാർത്താമായിരുന്നു. പക്ഷേ ഇന്ന് ചാർത്തിയത് മത്സ്യാവതാരമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് ഉള്ള ആ മത്സ്യാവതാര മൂർത്തിയെ കണ്ട് തൊഴുകയാണ്. ഇപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് നമ്മളെല്ലാവരും ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഞാൻ വർണ്ണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നു നല്ല ആ കൈവളകളൊക്കെ ഇട്ട് 4 തൃക്കൈകളോടുകൂടിയ ശംഖ് ചക്ര ഗദാ പത്മത്തോടുകൂടി നല്ലൊരു താമര കൊടുത്തിട്ടുണ്ട്, നല്ല വിരിഞ്ഞ താമര.
അതിങ്ങനെ കാണാനുണ്ട്. പൊന്നിൻ്റെ ഗതയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. എല്ലാം കണ്ട് പകുതി മത്സ്യാവതാരമൂർത്തിയും പകുതി നാരായണനുമായിട്ട് മഹാപ്രഭുവായിട്ട് വിളങ്ങുന്ന ആ ശ്രീലകത്ത് ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. അതുപോലെ തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. ഉണ്ടമാലകൾ 2 ഉണ്ടമാലകളുണ്ട്. നല്ല വെളുത്ത പൂവിന് ഏറ്റവും പ്രാധാന്യം കൂട്ടിയിട്ടുള്ള ആ ഒരു ഉണ്ടമാലകളാണ് കാണാനുള്ളത്, താമരയും തുളസിയുമായിട്ടുള്ളതും. അപ്പോൾ അത് കണ്ട് തൊഴുതോളൂ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ആ രൂപം മനസ്സിൽ കണ്ടോളൂ. ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് എന്ന് അങ്ങോട്ട് ചിന്തിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് താനേ എത്തിക്കോളും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തൊഴുത് പതുക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ഒന്ന് തൊഴുകയാണ്. അത് കഴിഞ്ഞാൽ ആ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. അതിനുശേഷം ചുമരിലേക്ക് നോക്കിയാൽ നമ്മുടെ ആലിലക്കണ്ണനെ കാണാം. അതിനുശേഷം സപ്തമാതാക്കളെ കണ്ടു തൊഴാം. അങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് വിഘ്നേശ്വരനെ കണ്ടു തൊഴാം. അവിടെയും വളരെ മനോഹരമായിട്ടുള്ള ചാർത്താണ്. നിറയെ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഗണേശനും. എന്താണെന്ന് പറയാൻ പറ്റില്ല. കണ്ണനായാലും വിഘ്നേശ്വരനായാലും എന്നൊക്കെ സങ്കടമാണോ സന്തോഷമാണോ അവർക്കുള്ളതെന്ന് അറിയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു അമ്മ മാറി മറ്റൊരു അമ്മ വരികയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാഴ്ചകളാണ് കാണാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വിഘ്നേശ്വരനെ കണ്ടു തൊഴുകയാണ്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ടു തൊഴുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയാൽ നമ്മുടെ ചെറിയ ഗണപതിനെയൊക്കെ ഒന്ന് തൊട്ട് തലോടിയിട്ട് ഇങ്ങനെ വരാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. അത് കഴിഞ്ഞാൽ മേൽശാന്തിരിക്കുന്നു. അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇനിയിപ്പോൾ അടുത്ത 2 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാൻ കഴിയൂ. അപ്പോൾ നാളെ നമ്മൾ പുതിയ മേൽശാന്തിയുടെ അടുത്ത് നിന്ന് പ്രസാദം വാങ്ങും. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം. അങ്ങനെ വാങ്ങി നമ്മൾ വരുമ്പോൾ അടുത്ത ആ വാമന രൂപവും കാണാം. അതുപോലെ ആ ഗജേന്ദ്രമോക്ഷം, അതേപോലെ ഗരുഡവാഹനായ മഹാവിഷ്ണുവിനെ കാണാം. അത് കഴിഞ്ഞ് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെയും ധാരാളം പൂക്കളാൽ മാലകൾ അർച്ചിതമായി കിടക്കുകയാണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അതിനുശേഷം നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കണ്ട് ഇങ്ങനെ വന്ന് കണ്ണനെയൊക്കെ കണ്ടു. ആ മുരുകൻ്റെ അവിടെ ഭസ്മം കൊണ്ട് അഭിഷേകം കണ്ടു. അതൊക്കെ കണ്ട് വന്ന് നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരികയാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നല്ല കൂവള മാലകളുണ്ട്. അതേപോലെ നിറയെ കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണത ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ടു തൊഴുതു. ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ടു തൊഴുതു. കോവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാവരും. അത് കഴിഞ്ഞ് കുറച്ച് പടിഞ്ഞാറോട്ട് ഇങ്ങനെ വന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് തന്നെ വന്നാൽ ഗ്രില്ലിനപ്പുറത്ത് നമ്മുടെ മണിക്കിണറും അതേപോലെ നൃത്തറയും കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് നോക്കിയാൽ നൃത്തം ചെയ്യുന്ന കണ്ണനെ കാണാം. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും അതേപോലെ ആ വസുദേവരെയും ആ നാരദരെയൊക്കെ കണ്ട് നമ്മൾ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി നേരെ ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്നാൽ ആ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി നമ്മൾ നേരെ ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വന്നിട്ട് ഭഗവതീനെയും കണ്ട് പ്രാർത്ഥിക്കുക.
സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. അമ്മയുടെ ആ ഭക്തി ഉള്ള ആ വിഗ്രഹം കണ്ട് വളരെ മനോഹരമായിട്ട് ഉള്ള അലങ്കാരം കണ്ടു തൊഴുതു. അതിനുശേഷം നമ്മൾ ആ കോർണറിൽ വന്നാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നോക്കി അങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കിയാൽ മമ്മിയൂരപ്പനെ ദർശിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നോക്കിയാൽ ആ മമ്മിയൂരപ്പൻ നമ്മുടെ മനസ്സിലേക്ക് എത്തും. അങ്ങനെ ആ ദർശനം കിട്ടിയ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരികയാണ്. ഇന്നൊക്കെ ബുദ്ധിമുട്ടാണ് അതിനെ വരാനൊക്കെ. കാരണം എന്താ വെച്ചാൽ അത്രയും തിരക്കല്ലേ. അവധി ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ആ ശ്രീലകത്തേക്ക് നോക്കിയാൽ ഒരിക്കൽ കൂടി നമ്മളെ മത്സ്യ അവതാരമൂർത്തിയെ ഒന്നുകൂടി കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ ആ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് തൊഴാം. അതിനുശേഷം നമ്മൾ നേരെ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് അയ്യപ്പസ്വാമീനെയും കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ധർമ്മശാസ്താവിനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് നമ്മൾ അങ്ങനെ പടിഞ്ഞാറ നടയിലേക്ക് വരികയാണ്. പടിഞ്ഞാറ നടയിൽ ദീപസ്തംഭത്തിൽ വേണുഗോപാലിനെയും കണ്ടു തൊഴുതു. അതുപോലെ ഒന്ന് പതുക്കെ പുറകോട്ട് നീങ്ങി നിന്നാൽ കൊടിമരത്തിലെ ആ ഗരുഡധ്വജനെയും കാണാം. അങ്ങനെ കണ്ടു തൊഴാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും കണ്ടു. ശുദ്ധി ചടങ്ങുകളൊക്കെ നടന്ന പൂർവാധികം ശക്തിയുള്ള വിഗ്രഹത്തിൽ ഉള്ള ആ കളഭാർച്ചിതമായ ആ രൂപം കണ്ട് നമ്മൾ തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.